ശേഷമുള്ളത് ക്ലോൺ സ്റ്റാമ്പ് ടൂളാണ്. നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നുള്ളത്. അതിനായിട്ട് ഒരു ഇമേജ് കൂടി ഞാൻ ആഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഒരു ഇമേജും കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഇമേജും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്ത് ആ ഒരു ഇമേജിൽ കൊണ്ടുവെക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൾട്ട് ക്ലിക്ക് ചെയ്യണമെന്നുള്ള ഓപ്ഷന് ജസ്റ്റ് ഒന്ന് ഏത് ഭാഗത്താണ് വെക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഓൾട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട്, അതായത് ആ ഒരു ഇമേജിൻ്റെ കുറച്ചപ്പുറമായിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു ക്ലിക്ക് ചെയ്ത ആ ഒരു ഭാഗം, ആ ഒരു ഇമേജ് ഇവിടെ ബ്രഷ് ആയിട്ട് വരുന്നത്. ആ ബ്രഷ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ അപ്പുറത്തെ സൈഡ്, അത് ആ ഒരു ഇമേജിനും കൂടി കാണാൻ പറ്റും. ആ ഒരു പ്ലസ് ബട്ടൺ കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോൾ അത്ര കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മുകളിലായിട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ബ്രഷിൻ്റെ ഒന്നെടുത്ത് അതിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കുറച്ച് വെക്കാം. ബ്രഷിൻ്റെ ഹാർഡ്നെസ് ഫുള്ളായിട്ടൊന്ന് കുറച്ച് വെക്കാം. അതിന് ശേഷമായിട്ട് ഓൾട്ട് പിടിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഓൾട്ട് അളക്കണം. പിന്നെ അതിന് ശേഷം ബ്രഷ് ആകുമ്പോൾ ഓൾട്ട് പിടിക്കണം എന്നില്ല. ഓക്കെ, ഇനി ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ബ്രഷ് ആക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. നേരത്തേനായിട്ടും കുറച്ചുകൂടി ശരിയായിട്ടായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു ഇമേജ് തന്നെ ഈ ഒരു ഭാഗത്തും കൂടി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഓൾട്ട് പിടിച്ച് പ്രസ് ചെയ്ത് കോപ്പി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഹീലിംഗ് ബ്രഷ് ടൂൾ പോലെ തന്നെയാണ്, പക്ഷേ ഹീലിംഗ് ബ്രഷ് ടൂളിനേക്കാളും കുറച്ചും കൂടി കളറായിട്ട്, അതായത് ആ ഒരു കളറ് അതേപോലെ കുറച്ചും കൂടി കളറ് നല്ലതായിട്ടുള്ള കോപ്പി ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഹീലിംഗ് ബ്രഷ് ടൂളാകുമ്പോൾ കളർ റിമൂവ് ആവുന്നുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കറക്റ്റായിട്ട് ആവുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇനി ആ ഒരു നേരത്തെ വെച്ച ആ ഒരു ഇമേജും കൂടി വെച്ച് നോക്കാം നമുക്ക്. ഇപ്പോഴത്തെ ഇമേജ് ഹൈഡാക്കി വെക്കുന്നു. മുമ്പെടുത്ത ഇമേജ് ഞാനൊന്ന് അൺഹൈഡാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയൊരു ഇമേജിലെ കൂടി ഞാനൊന്ന് ഓൾട്ട് പിടിച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതേപോലെ തന്നെ ഞാൻ ഇവിടെ ബ്രഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു ഭാഗം കൂടി ബ്രഷായി വരുന്നുണ്ട്. ആ ഒരു ഇമേജും കൂടി ഇതിൽ ബ്രഷായി വരുന്നുണ്ട്. ഇങ്ങനെ കോപ്പി ചെയ്യുന്ന സമയത്തൊക്കെ, അതായത് ഇപ്പോൾ പഠിച്ച സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ആണെങ്കിലും പാച്ച് ടൂൾ ആണെങ്കിലും കണ്ടന്റ് വരമ്പ് ടൂൾ ആണെങ്കിലും അതേപോലെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ആണെങ്കിലും ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കിയ പ്രൊജക്റ്റിലേക്ക് ഇമേജ് കൊടുത്തു നിൽക്കുന്നതിനേക്കാളും ആ ഒരു ഇമേജ് ഫയലിൽ ഓപ്പൺ ആക്കി എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറ്റിയാൽ അതൊക്കെ റീസ് ആക്കാൻ പറ്റുന്ന ടൂൾസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആക്കിയ പേജ് ആണെങ്കിൽ അത് ശരിയാവുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇതുപോലെ കോപ്പി എടുക്കാനൊക്കെ യൂസ് ആക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു മെത്തേഡ് കൂടി നോക്കാം. ഞാനൊരു ഇമേജും കൂടി ഫയലിൽ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. ഫയലെടുത്ത് ഓപ്പൺ. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇമേജ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പേജ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഇനി ആ ഒരു ലെയർ ലോക്ക് എടുത്തതിന് ശേഷം അതേപോലെ തന്നെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്ത് ബ്രഷ് ആക്കി നോക്കുന്നു. ഓൾട്ട് പിടിച്ച് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഇപ്പുറത്തായിട്ട് ബ്രഷ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഭാഗം ബ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. അതേപോലെ ഇനി ഇപ്പുറത്തെ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഓൾട്ട് പിടിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ബ്രഷ് ആക്കുന്നുണ്ട്. ഇതുപോലെയാണ് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗം, അതായത് ഇപ്പോൾ ചെയ്ത ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഇറേസ് ആക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്നൊരു ടൂൾ ഉണ്ട്. ഈ ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഒരു ഭാഗം മാത്രമായിട്ട് ഇറേസ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ ഈ ഒരു ഭാഗം മാത്രമായിട്ട് ഇറേസ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ലെയറിന് മുകളിൽ അതായത് ബേസിക് ആയിട്ടുള്ള ലെയറിന് മുകളിൽ എന്ത് ബ്രഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ബ്രഷല്ല എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും
അത് ഇറേസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ടൂളാണ് സ്റ്റെറി ബ്രഷ് ടൂള്. ഇതിപ്പോൾ ഇതിൻ്റെ ബേസിക് ലെയർ എന്ന് പറയുന്നത് ഈ ലെയർ 0 എന്നത് ഈ ഒരു ലെയറാണ്. ഇതിന് മുകളിലാണ് നമ്മൾ ഇതുവരെ ബ്രഷ് ചെയ്തതും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതെല്ലാം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇറേസ് ആക്കാൻ വേണ്ടി യൂസ് ആക്കുന്ന ടൂളാണ് ഈ സ്റ്റെറി ബ്രഷ് ടൂള്. അതിനായിട്ട് ഞാൻ സ്റ്റെറി ബ്രഷ് ടൂൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ബ്രഷ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ബേസിക് ആയിട്ടുള്ള ലെയറിൻ്റെ മുകളിൽ ഉള്ളതൊക്കെ ഇറേസ് ആയി പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ അധികമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രഷ് ആക്കിയത് കുറച്ചും കൂടി പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇറേസ് ആക്കി കളയാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ക്രിയേറ്റ് ആക്കിയ പേജിലുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പേജിലായിട്ട് നിങ്ങൾക്ക് ബേസിക് ലെയർ എന്ന് പറഞ്ഞാൽ ലെയർ 0 ഇത് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ആ ഒരു ലെയറാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബ്രഷ് ആക്കി നോക്കാം അതേപോലെ തന്നെ. ഓക്കെ, അതിനായിട്ട് ഞാനൊരു പേജ് ക്രിയേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഫയലിൽ ഇനി ഒഴിച്ച് പുതിയൊരു പേജ് എടുക്കുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റ് കൊടുക്കുന്നു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ബ്രഷസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഇമേജും കൂടി ഞാൻ കൊണ്ടുവെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ ഡ്രാഗാക്കി ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രൊജക്റ്റിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റെറി ബ്രഷ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇറേസ് ആക്കി നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് ലൈറ്റ് ആയിരിക്കും വരുന്നുണ്ട്. വൈറ്റ് ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു പേജിൻ്റെ ബേസിക് ലെയർ എന്ന് പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന ലെയറാണ്. ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന ലെയറാണ്. അതിൻ്റെ മുകളിൽ എന്ത് വരച്ചിട്ടുണ്ടെങ്കിലും, അതായത് എന്ത് ഇമേജ് കൊണ്ടുവച്ചാലും എന്ത് ബ്രഷ് ആക്കി വെച്ചാലും അത് ഇറേസ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ടുള്ളത് നമുക്ക് ഇതിൽ തന്നെ നോക്കാനാണ്. അടുത്തായിട്ടുള്ളത് പാറ്റേൺ സ്റ്റാമ്പ് ടൂളാണ്. അതായത് ക്ലോൺ സ്റ്റാമ്പിൻ്റെ താഴെയായിട്ട് തന്നെ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എന്നുള്ളൊരു ടൂളുണ്ട്. ഓക്കെ, അതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ പ്രോപ്പർട്ടീസിൽ കാണാൻ പറ്റുന്നതായിരിക്കും ബ്രഷിൻ്റെത് അതേപോലെ ഹാർഡ്നെസ്സും സൈസൊക്കെ. ഞാൻ ഹാർഡ്നെസ് കൂട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പാറ്റേൺസ് ഒക്കെ കാണാൻ പറ്റും. അതായത് പ്രീസെറ്റ് ആയിട്ട് കുറച്ച് പാറ്റേൺസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ് ആക്കാം. അതേപോലെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഇതിലേക്ക് പുതിയതായിട്ട് ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനൊരു പാറ്റേൺ എടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ബ്രഷ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു പാറ്റേൺ ആ ഒരു പേജിൽ മൊത്തത്തിൽ ബ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റെറി ബ്രഷ് ടൂൾ എടുക്കുക. അതുപോലെ തന്നെ ബ്രഷ് ആക്കി നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് ആ ബേസിക് ആയിട്ടുള്ള ലെയറിന് മുകളിലുള്ള എല്ലാ പാറ്റേൺസും ഇറേസ് ആയി പോകുന്നുണ്ടായിരിക്കും. അടുത്തായിട്ടുള്ളത് ബ്രഷ് ടൂളാണ്. ബ്രഷ് ടൂൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. ടൂൾ ബാറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രഷ് ടൂൾ വരുന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ വരുന്നതായിരിക്കും. ബ്രഷ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനു ബാറിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതിലാദ്യം നമുക്ക് ആ ഒരു ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ളത് സൈസാണ്. അതായത് സൈസ് ചെറുതാക്കാൻ വലുതാക്കാൻ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് ഹാർഡ്നെസ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ പറ്റും. അതേപോലെ അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അതിൻ്റെ താഴെയായിട്ട് തന്നെ പ്രീസെറ്റ് ആയിട്ട് കുറച്ച് ബ്രഷസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു ഫോൾഡർ വെച്ച് നിങ്ങൾക്ക് ഓണാക്കി നോക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കുറച്ച് ബ്രഷസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രഷ് എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് അതിൻ്റെ മോഡാണുള്ളത്. അതിന് ഇപ്പുറത്തായിട്ട് മോഡാണ് കാണപ്പെടുന്നത്. മോഡ് നോർമലിലാണെന്ന് തന്നെ ഉറപ്പുവരുത്തണം. മോഡ് നോർമലിൽ നിന്ന് ചെയ്യാൻ പാടില്ല. ബ്രഷ് ടൂളിലെ മോഡ് നോർമൽ തന്നെയാണ് വേണ്ടത്. പിന്നെ അതിനപ്പുറമായിട്ടുള്ളത് ഒപ്പാസിറ്റി, ഫ്ലോ അതൊക്കെ 100 തന്നെ ഇട്ട് വെക്കുക. അതിനുശേഷം ഞാനിതിൽ വെച്ച് ഹാർഡ്നെസ് കൂട്ടി സൈസ് ഒന്ന്
അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബ്രഷ് ഇവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ബ്രഷ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കളർ വരുന്നുള്ളത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഫോർഗ്രൗണ്ട് കളറിനുള്ളിലാണ് ബ്രഷ് ടൂളിൻ്റെ കളർ വരുന്നുള്ളത്. അത് നിങ്ങൾക്ക് അതേപോലെ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഞാൻ ആ ഒരു ഹാർഡ്നെസ് കുറച്ചിട്ടും ബ്രഷ് ചെയ്യുന്നുണ്ട്. ഹാർഡ്നെസ് കുറച്ച് ഒരു 40 ഇട്ടിട്ട് ഞാൻ ബ്രഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഹാർഡ്നെസ് കൂട്ടിയതിൻ്റെയും ആ ഒരു കുറഞ്ഞ ഹാർഡ്നെസ്സിലുള്ള ബ്രഷിൻ്റെയും ഒക്കെ ഡിഫറൻസ്. അതേപോലെ അതിൽ കുറച്ച് ബ്രഷസൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ബ്രഷസൊക്കെ അതിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ ബ്രഷ് ടൂൾ തന്നെ വരുന്ന ബ്രഷസ് ആണ്. ഞാൻ ആ ഒരു ലെയർ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പുതിയൊരു ലെയർ ആഡ് ചെയ്തതിന് ശേഷം ആദ്യം ഞാൻ ബ്രഷ് ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഹാർഡ്നെസ് കൂട്ടിയ ഒരു ബ്രഷാണ് ഇപ്പോൾ എടുക്കുന്നുള്ളത്. അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പിടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ലൈനായിട്ട് നിങ്ങൾക്ക് ബ്രഷ് അപ്ലൈ ചെയ്ത് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ആദ്യം ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിന്നെ ഷിഫ്റ്റ് പിടിച്ച് ഏത് ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ലൈനിലായി ബ്രഷ് വരുന്നതായിരിക്കും.